കോൺഗ്രസ് നേതാക്കന്മാർ മാറി നിന്ന സാഹചര്യത്തിൽ ഞങ്ങൾ പിറ്റേ ദിവസം പാലാ ടൗണിൽ ഹർത്താൽ നടത്തി. ചരിത്രത്തിൽ അതിനുശേഷം അതിനു മുമ്പും ഉണ്ടായി കാണത്തില്ല മാനസാദരനെതിരെ ഒരു ഹർത്താൽ. ബാർക്കോഴ വന്നപ്പോൾ പോലും ഒരു ഹർത്താലിലേക്ക് ഇടതുപക്ഷം പോലും തയ്യാറായില്ലായിരുന്നു. അപ്പോൾ ആ ഹർത്താൽ നടത്തി ഞങ്ങൾ കടകൾ, കേരള കോൺഗ്രസിന് ആഭിമുഖ്യമുള്ള പല ബിസിനസ് സ്ഥാപനങ്ങളും ഉണ്ട്, അവരെ ബലമായി ഞങ്ങൾ അടപ്പിച്ചു. ആ ഹർത്താൽ ഞങ്ങൾ വിജയിച്ചു. ജനപിന്തുണ ഉണ്ടായിരുന്നു ജനത്തിന്. അത് ക്യാമ്പസിൽ മാത്രമല്ലായിരുന്നു, പാലായിൽ അന്നും ഇന്നും എനിക്ക് UDF വിട്ടു പോകുന്നോളം വരെ കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിൽ എന്നും ഫൈറ്റായിരുന്നു. മുനിസിപ്പൽ ഇലക്ഷൻ ആയിക്കോട്ടെ, പഞ്ചായത്ത് ഇലക്ഷൻ ആയിക്കോട്ടെ, ഒരു ബാങ്കിലായിക്കോട്ടെ, കേരള കോൺഗ്രസിന്റെ അപ്രമാദിത്യം കാണിക്കാൻ കോൺഗ്രസ്സുകാർ സമ്മതിക്കുമല്ലായിരുന്നു. പക്ഷേ അങ്ങോട്ട് തിരിച്ചു. പക്ഷെ ഉമ്മൻചാണ്ടി സാറും മാൺ സാറും ഒക്കെ ആയിട്ടുള്ള ഒരു ധാരണ, പല രാഷ്ട്രീയം, അപ്പൊ പലപ്പോഴും ഞങ്ങൾക്കൊക്കെ തിരിച്ചടി ഉണ്ടാവുമായിരുന്നു. പക്ഷെ ആ ഹർത്താലിനോടനുബന്ധിച്ച് ഞങ്ങളെ 5 പേരെ പാർട്ടിയിൽ നിന്ന് അന്ന് സസ്പെൻഡ് ചെയ്തു.